മലബാർ ജേണലിൻ്റെ ഫേസ് ടു ഫേസ് പരിപാടിയിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ മോഹൻ ഗോപാലാണ്. ഡോക്ടർ മോഹൻ ഗോപാല് എല്ലാ അർത്ഥത്തിലും ഒരു ബഹുമുഖ വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരു ലീഗൽ തിയറിസ്റ്റാണ്, ഇൻ്റർനാഷണലി വെൽ നോണാണ്. അതെല്ലാം തന്നെ ഈ സംഭാഷണത്തിൻ്റെ കൂടെ നമുക്ക് വിശദീകരിക്കാവുന്നതുമാണ്. അതിൽ കൂടുതലായിട്ട് ഇന്ത്യയിലെയും ലോകത്തിലെയും തന്നെ വളരെ ഗഹനമായ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. ആ നിലയിൽ ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയിലും അദ്ദേഹത്തെ പരിഗണിക്കാവുന്നതാണ്. അപ്പം എല്ലാ നിലയിലും നമ്മുടെ മലബാർ ജേണലിൻ്റെ ഈ തവണ നമ്മൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ പ്രധാന തീമായ മോഡി പ്രതിഭാസവും കീഴാള രാഷ്ട്രീയവും അല്ലെങ്കിൽ കീഴാള ഹിന്ദുത്വവും എന്നൊരു വിഷയവും ആണ് പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം രണ്ട് കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, അദ്ദേഹം തന്നെ പറയുന്ന പോലെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഒരു പോക്കിനെ കുറിച്ചിട്ട് അതിൽ അദ്ദേഹം പറയുന്നത് ഒരു തിയോക്രാറ്റിക് ജഡ്ജ്മെൻറ്റും കോൺസ്റ്റിറ്റ്യൂഷണൽ ജഡ്ജ്മെൻറ്റും എന്ന നിലയിലേക്കുള്ള ഇന്ത്യൻ ജുഡീഷ്യറി വരുന്നതും, പിന്നെ ഇന്ത്യ ഒരു ഒളിഗാർക്കി ഓഫ് ഒരു കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ സവർണ ബ്രാഹ്മണ്യ ഒളിഗാർക്കി എന്ന് പറയുന്നതും ഡെമോക്രസിയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ സംഘർഷം അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഈ രണ്ട് വിഷയങ്ങളും ആണ് നമ്മുടെ ഈ പറഞ്ഞ തീമിനകത്തുനിന്ന് നമ്മൾ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ സംഭാഷണത്തിൽ നമ്മൾ ഉന്നയിക്കുന്ന വിഷയം. സോ ഞങ്ങളുടെ ഇത് വന്നതിൽ വളരെ സന്തോഷം, വളരെ സ്വാഗതം. സോ ഞാനൊന്ന് ഇത് തുടങ്ങുന്ന ഒരു നിലയിൽ ഇപ്പം താങ്കളുടെ ഒരു കരിയർ ഇപ്പോൾ 70കളിൽ തുടങ്ങുമ്പോഴത്തേക്ക് മുതൽ വരുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിനെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ദേശീയ അന്തർദേശീയ തലത്തിലുള്ള വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള നിയമ പഠനങ്ങളിൽ ഹാർവാർഡ് സർവകലാശാല മുതൽ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി വരെയുള്ള വലിയ നീണ്ട കാലത്തായി ലോകബാങ്ക് മുതൽ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് വരെയുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടുള്ള ബന്ധം ഇവിടെ നിന്ന് തുടങ്ങാം. തീർച്ചയായിട്ടും വളരെ നന്ദി ഇവിടെ ഈ സംഭാഷണത്തിന് വരാനും സംസാരിക്കാനുമുള്ള അവസരം തന്നതിന്. നമ്മൾക്ക് ഇപ്പോൾ ഈ ലോകത്ത് എമ്പാടും ഒരു ജനാധിപത്യത്തിനെതിരെ വലിയൊരു ബാക്ക്ലാഷ് നടക്കുകയാണ്. നമ്മൾ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് ജനാധിപത്യത്തിൻ്റെ ഒരുപാട് വളർച്ചയുണ്ടായി. പക്ഷേ സോവിയറ്റ് യൂണിയൻ്റെ കൊളാപ്സ് കഴിഞ്ഞ പിന്നെ വലിയൊരു മാറ്റം തുടങ്ങി. വീണ്ടും ഏകാധിപത്യം, വീണ്ടും ഒരു വലതുപക്ഷ രാഷ്ട്രീയം വളരെ ശക്തമായി. ജനാധിപത്യത്തിനെ വളരെ വലിയൊരു വെല്ലുവിളിയാണ് ഇപ്പം നേരിടുന്നത്. ഡെമോക്രാറ്റിക് പാർട്ടീസ് എല്ലാ രാജ്യങ്ങളിലും അവരുടെ വോട്ട് ഷെയർ വളരെ ഡ്രമാറ്റിക്കായിട്ട് ഡിക്ലൈൻ ചെയ്യുകയാണ്. വലതുപക്ഷം സ്ട്രെങ്തൻ ചെയ്യുകയാണ്. ആ വലതുപക്ഷ ഫോഴ്സസ് എല്ലായിടത്തും പരസ്പരം സഹായിക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ നിയോ ലിബറൽ ഫോഴ്സസും അവരുടെ കൂടെ നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ റിലീജിയസ് ഫോഴ്സസും അവരോട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും പറയും, നമ്മൾ ഇന്ത്യയിൽ നോക്കിയാൽ ഇന്ത്യയിൽ നടക്കുന്നതും മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്നതും ഈ ഇക്കണോമിക് ലെഫ്റ്റും ഇക്കണോമിക് റൈറ്റും തമ്മിലുള്ള ഒരു ക്ലാഷ് നമുക്ക് വളരെ പ്രകടമാണ്. നമുക്കറിയാം, ഇക്കണോമിക് ലെഫ്റ്റ് ഒരു സോഷ്യലിസ്റ്റ് അപ്രോച്ചിൽ കൂടെ പോകുന്നു, ഇക്കണോമിക് റൈറ്റ് ഒരു ഫ്രീ മാർക്കറ്റ് ക്യാപിറ്റലിസ്റ്റ് അപ്രോച്ചിൽ കൂടെ പോകുന്നു. പക്ഷെ നമ്മൾ അത്രയധികം ശ്രദ്ധ കൊടുക്കാത്തത് വാസ്തവത്തിൽ ലെഫ്റ്റ് എന്ന് വെച്ചാൽ ഈ മാർക്സ് ജനിക്കുന്നതിന് 30 വർഷം മുമ്പ് കോയിൻ ചെയ്തൊരു വാക്കാണ് ലെഫ്റ്റ്. അതെ. ഫ്രഞ്ച് നാഷണൽ അസംബ്ലിയിൽ ജനപക്ഷത്തിൽ നിൽക്കുന്ന ആൾക്കാർ ലെഫ്റ്റ് എന്നും രാജപക്ഷത്തിൽ നിൽക്കുന്ന ആൾക്കാർ റൈറ്റ് എന്നും ആണ് പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ ഇക്കണോമിക് ലെഫ്റ്റ് അല്ലാതെ വലിയൊരു ഫോഴ്സ് ഈ ലോകത്തുള്ളത് സോഷ്യൽ ലെഫ്റ്റാണ്. അപ്പോൾ അവർ വിശ്വസിക്കുന്നത് ഈ ബേസിലുള്ളത് സോഷ്യൽ സ്ട്രക്ചറാണ്, സോഷ്യൽ റിലേഷൻസാണ് ബേസ്. ആ ബേസിലാണ് ഇക്കണോമിക് റിലേഷൻസും പൊളിറ്റിക്കൽ റിലേഷൻസ് എല്ലാം കൺസ്ട്രക്ട് ചെയ്ത് ആ കൺസ്ട്രെയിൻറ്റിൻ്റെ ഉള്ളിലെ ഇക്കണോമിക് റിലേഷൻസും പ്രൊഡക്ഷൻ റിലേഷൻഷിപ്സും പൊളിറ്റിക്കൽ റിലേഷൻഷിപ്സും ഉടലെടുക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്
സോഷ്യൽ ലെഫ്റ്റ്. അപ്പോൾ സോഷ്യൽ ലെഫ്റ്റിൻ്റെ പ്രയോറിറ്റി സോഷ്യൽ റിലേഷൻഷിപ്സിനെ റിഫോം ചെയ്യുക എന്നാണ്. അപ്പോൾ അതിൽ റിലിജൻ വരുന്നു, കാസ്റ്റ് വരുന്നു, ഫ്യൂഡലിസം വരുന്നു, പല ഐഡിയാസും വരുന്നു. അതിനെ ഡെമോക്രറ്റൈസ് ചെയ്താലേ പ്രൊഡക്ഷൻ റിലേഷൻഷിപ്സും പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പും ഡെമോക്രറ്റൈസ് ചെയ്യാൻ ഒക്കുന്ന വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് സോഷ്യൽ ലെഫ്റ്റ്. പക്ഷേ സോഷ്യൽ ലെഫ്റ്റ് അംഗീകരിക്കുന്നു ഇക്കണോമിക് പ്രൊഡക്ഷൻ റിലേഷൻഷിപ്സ് മസ്റ്റ് ബി ഡെമോക്രറ്റൈസ്ഡ്, പൊളിറ്റിക്കൽ റിലേഷൻഷിപ്സ് മസ്റ്റ് ബി ഡെമോക്രറ്റൈസ്ഡ്, ഒരു പ്രശ്നമില്ല. പക്ഷേ ഇക്കണോമിക് ലെഫ്റ്റ് സോഷ്യൽ ലെഫ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇക്കണോമിക് ലെഫ്റ്റ് പറയുന്നു ഇത് സൂപ്പർ സ്ട്രക്ചറാണ്, അത് യൂട്ടോപ്യനാണ്. അതെ അതെ, സൂപ്പർ സ്ട്രക്ചറാണ് ഇത്. പ്രൊഡക്ഷൻ റിലേഷൻഷിപ്സ് മാറുമ്പോൾ അത് മാറിക്കോളും. പക്ഷേ ചില സോഷ്യൽ റിലേഷൻസിനെ അവർ അറ്റാക്ക് ചെയ്യുന്നു, ജെൻഡർ, റേസ്. പക്ഷേ കാസ്റ്റിനെ ഇന്ത്യയിൽ അവർ തൊടുന്നില്ല. റേസിനെ അറ്റാക്ക് ചെയ്യുന്നു പുറത്ത്, പക്ഷേ കാസ്റ്റിന് തൊടുന്നില്ല. കാസ്റ്റിൽ തൊടുന്ന എന്തോ ഇത് വർഗമായിട്ട് ഇൻകൺസിസ്റ്റൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ആണ് ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അത് തെറ്റാണ്. ഒരു ഈവൻ ഫ്രം എ ഇക്കണോമിക് ലെഫ്റ്റ് ഇഡിയോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ there is nothing preventing caste being attacked. That is my own view. പക്ഷേ ഈ ഒരു ടെൻഷനുണ്ട്. പക്ഷേ മറ്റ് സൈഡിൽ ഒരു സോഷ്യൽ റൈറ്റും ഉണ്ട്. ആ സോഷ്യൽ റൈറ്റാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സനാതനധർമ്മം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വായിച്ചാൽ നമുക്കറിയാം സനാതനധർമ്മം എന്നുള്ള വാക്ക് ആദ്യം ബുദ്ധിസത്തിൽ തുടങ്ങുന്നു, സനാതനധർമ്മം. പിന്നെ ഗുരു പറയുന്നു, നാരായണ ഗുരു പറയുന്നു, എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം സനാതനമായ ചില മൂല്യങ്ങളും ധർമ്മങ്ങളുമാണ് എല്ലാ മതങ്ങളുടെയും. അപ്പം ഗുരു പറയുന്നു സനാതനധർമ്മങ്ങൾ, പക്ഷേ ഒരു സനാതനധർമ്മം എന്ന് ഗുരു പറയുന്നില്ല. അപ്പോൾ ഗുരുവിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ അങ്ങനെയാണ്. പക്ഷേ മറുപക്ഷത്ത് ഇപ്പം നമ്മൾ കാണുന്നത് ഇന്ത്യയിൽ പറയുന്നു ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ മതമാണ് സനാതനധർമ്മം എന്നാണ് പറയുന്നത്. പക്ഷെ റിയാലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ടേം ഹിന്ദുവൈസ് ചെയ്യപ്പെടുന്നത് ഈ ലാലാ ലാജ്പത് റായ് ആര്യ സമാജും രാജാ റാം മോഹൻ റോയ് ഈ ബ്രഹ്മ സമാജം ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഹിന്ദുയിസത്തിനെ ഒരു റിഫോം മൂവ്മെൻറ്റ് തുടങ്ങിയപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന മൂവ്മെൻറ്റാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞത്. അതായത് ചാതുർവർണ്ണ്യത്വം സനാതനമാണ്, ഒരു മാറ്റവും പാടില്ല, സനാതനമായി നിലനിർത്തണം, ചാതുർവർണ്ണ്യത്തിനെയും ബ്രാഹ്മണ്യത്തിനെയും നിലനിർത്തണം സനാതനമായി എന്നുള്ള ഒരു ആന്റി റിഫോം മൂവ്മെന്റ് ആണ് അതായത് ബ്രാഹ്മണ സവർണ മേധാവിത്വമാണ് അവരെ സംബന്ധിച്ചിടത്തോളം സനാതനം. അപ്പൊ ഈ 19ാം നൂറ്റാണ്ടിൽ ഈ ഹിന്ദുയിസത്തിനെ മോഡേണൈസ് ചെയ്യണം, റിഫോം ചെയ്യണം എന്നുള്ള എഫർട്ടിനെ എതിർക്കുന്ന ആൾക്കാരാണ് സനാതന ധർമ്മികൾ എന്ന് പറയുന്നത്. അപ്പം 1920s 30s സെൻസസിൽ നോക്കിയാൽ അവർ ആര്യ സമാജീസും സനാതന ധർമ്മീസ് എന്ന് പറഞ്ഞ സെൻസസിലുണ്ട്, കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഈ ഏറ്റവും കൺസർവേറ്റീവ് ആര്യൻ ബ്രാഹ്മൺ അൺടച്ചബിലിറ്റി മാറരുത്, ചാതുർവർണ്ണ്യം മാറരുത്, ബ്രാഹ്മണാധിപത്യം മാറരുത്, ഡെമോക്രസി ആരുത്, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം പാടില്ല, രാജഭരണം വേണം, ഒരു വിധത്തിലും വേദിക് സൊസൈറ്റി മാറാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന കൺസർവേറ്റീവ് ഗ്രൂപ്പ്. ഈ ഒറിജിനലിസ്റ്റ് എന്ന് ഈ അമേരിക്കൻ റൈറ്റ് വിങ് ജഡ്ജസിനെ പറയുമല്ലോ, സ്കലിയ എന്ന് പറഞ്ഞ ജസ്റ്റിസ്, ഒറിജിനലിസ്റ്റ്, ആ ഒറിജിനൽ ഇന്റന്റിൽ നിന്ന് മാറാൻ പാടില്ല. ഈ സനാതന ധർമ്മം ഒരു ഒറിജിനലിസ്റ്റ് മൂവ്മെന്റ് ആണ്. ഒറിജിനലിസ്റ്റ് ബ്രാഹ്മണിസത്തിനെ പ്രിസർവ് ചെയ്യാനുള്ള ഒരു മൂവ്മെൻ്റാണ് സനാതനധർമ്മം. അത് ആൻറ്റി ആര്യ സമാജ്, ആൻറ്റി ബ്രഹ്മ സമാജ്, ആൻറ്റി ഹിന്ദു റിഫോമാണ്. അതാണ് ഇപ്പോൾ അവർ റിവൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സോഷ്യൽ റൈറ്റ്. റിഫോം ചെയ്യുന്ന മൂവ്മെൻറ്റ്സും സോഷ്യൽ റൈറ്റ് തന്നെയാണ്. പക്ഷേ സോഷ്യൽ റൈറ്റ് എക്സ്ട്രീമിസ്റ്റ് ആണ് ഈ സനാതനധർമ്മികൾ, ഒരു വിധത്തിലും പാടില്ല. മറ്റത് സോഷ്യൽ റൈറ്റ് മോഡറേറ്റ്സ് ആണ്, ഹിന്ദു റിഫോമിനെയും കാസ്റ്റ് സിസ്റ്റത്തിനെയും ഒക്കെ റിഫോം ചെയ്ത് നിലനിർത്തണം എന്ന് പറയുന്നത്. പക്ഷേ സനാതനധർമ്മികൾ എന്ന് പറഞ്ഞാൽ സോഷ്യൽ റൈറ്റ് എക്സ്ട്രീമിസ്റ്റ് ആണ്. ഈ രണ്ട് കൂട്ടരും തമ്മിൽ ഇപ്പം നമ്മളൊരു 100 വർഷം നോക്കുമ്പോൾ ഒരു കൺവേർജൻസ്. അതാണ് പറയുന്നത്. ഈ സോഷ്യൽ റൈറ്റും ഇക്കണോമിക് റൈറ്റും ഇപ്പം അവർ തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ട്. ഇക്കണോമിക് റൈറ്റിന് ഒരു ഗ്ലോബൽ ഇൻറ്റഗ്രേഷൻ വേണം, ഗ്ലോബലൈസ് ചെയ്യണം, അവർ നിയോ ലിബറലിസത്തിൽ വിശ്വസിക്കുന്നു. ഈ സോഷ്യൽ റൈറ്റ്, എസ്പെഷ്യലി സോഷ്യൽ റൈറ്റ് എക്സ്ട്രീമിസ്റ്റ് ആണ് സനാതനധർമ്മികൾ ഇപ്പോൾ പറയുന്നത്. അവർ ആ വാക്ക് ഉപയോഗിക്കുന്നു. ആ സോഷ്യൽ റൈറ്റ് എക്സ്ട്രീമിസം പോലും ഈ ഇക്കണോമിക് റൈറ്റുമായിട്ട് ഇപ്പോൾ കൊളാബറേറ്റ് ചെയ്യാണ്. എന്തിന്? ഈ ലെഫ്റ്റിനെ തകർക്കാൻ വേണ്ടി, ഇക്കണോമിക് ലെഫ്റ്റിനെയും സോഷ്യൽ ലെഫ്റ്റിനെയും. ഇക്കണോമിക് ലെഫ്റ്റ് ഇപ്പോൾ കംപ്ലീറ്റ്ലി മാർജിനലൈസ്ഡ് ആയി. കേരളത്തിൻ്റെ പുറത്ത് ഇല്ല. കേരളത്തിൽ തന്നെ ബേസിക്കലി ഈ
പുലയ, സാംബവ, ഈഴവ കമ്മ്യൂണിറ്റിയുടെ തോളിൽ നിൽക്കുകയാണ്. അത് അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ഒക്കെ തോളിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ അല്ലാതെ അവരില്ലാതാവുന്നു. അപ്പോൾ ഇന്ന് ഈ കമ്പൈൻഡ് ഇക്കണോമിക് റൈറ്റിനെയും സോഷ്യൽ റൈറ്റിനെയും ഫേസ് ചെയ്യുന്നത് ഈ സോഷ്യൽ ലെഫ്റ്റ് മാത്രമാണ് ഇന്ന് ഇന്ത്യയിൽ ഫൈറ്റ് ചെയ്യുന്നത്, ആക്ച്വലി ഓൺ ദ ഗ്രൗണ്ട്. അതിനെ അവർ ഇൻഫിൽട്രേറ്റ് ചെയ്ത് അതിനെ ഡിസ്റ്റോർട്ട് ചെയ്ത് മിസ്ലീഡ് ചെയ്യാനൊരു വലിയൊരു എഫർട്ട് നടക്കുകയാണ്. അതാണ് നമ്മൾ വിറ്റ്നസ് ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ ഞാൻ പറയുന്നത് ഇക്കണോമിക് ലെഫ്റ്റും സോഷ്യൽ ലെഫ്റ്റും കുറേ കൂടെ ഇക്കണോമിക് ലെഫ്റ്റ് അവരുടെ അപ്രോച്ച് മാറ്റണം. എന്നിട്ട് കുറേ കൂടെ ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഹോളിസ്റ്റിക് ആയിട്ടുള്ള സോഷ്യൽ ലെഫ്റ്റിൻ്റെ വാല്യൂ മനസ്സിലാക്കണം. കാസ്റ്റിനെ അറ്റാക്ക് ചെയ്യണം, ജെൻഡറിനെ അറ്റാക്ക് ചെയ്യണം. അത് നല്ലോണം. പക്ഷേ കാസ്റ്റിനെയും റിലിജിയസ് എക്സ്ട്രീമിസത്തിനെ ഡയറക്റ്റ്ലി അറ്റാക്ക് ചെയ്യാതെ നമുക്ക് ഇവരെ റെസിസ്റ്റ് ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ ഇപ്പം യെച്ചൂരി ഫോർ എക്സാമ്പിൾ പബ്ലിക്ലി പറയുന്നു റിലിജനെ ഞങ്ങൾ ഒപ്പോസ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്താണ് റിലിജൻ, എന്താണ് ഇവിടെ നടക്കുന്ന, റിലിജൻ്റെ പേരിൽ എന്താണ് ഇവിടെ ആക്ച്വലി നടക്കുന്നതെന്ന് നമുക്ക് തിയോളജിക്കലി ക്വസ്റ്റ്യൻ ചെയ്യാതെ ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഇപ്പോൾ നടക്കുന്ന ഈ റൈറ്റ് വിങ് അപ്രോച്ചിന്, പെർട്ടിക്കുലർലി ഇന്ത്യയുടെ ഈ റിപ്പബ്ലിക്കിൻ്റെ സർവൈവലിനെ ത്രെറ്റൻ ചെയ്യുന്നത് ഈ ഹിന്ദു എന്നുള്ളൊരു കോൺസെപ്റ്റും ഹിന്ദുത്വ എന്നുള്ളൊരു കോൺസെപ്റ്റും ഈ സനാതനധർമ്മം എന്നുള്ള ഈ പറഞ്ഞ പോലെ എക്സ്ട്രീമിസ്റ്റ് വ്യൂ ആണ് ഇപ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെ തിയോളജിക്കലി നമ്മൾ കൗണ്ടർ ചെയ്യണം. അല്ലാതെ ഇപ്പം നമ്മൾ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ഫീൽഡിൽ ഇറങ്ങി നമ്മൾ ഫുട്ബോൾ കളിക്കാൻ ശ്രമിച്ചാൽ നടക്കില്ലല്ലോ. അപ്പോൾ അവർ കളിക്കുന്ന കളി റിലീജിയസ് കളിയാണ്. അതിനെ റിലീജിയസ്ലി കൗണ്ടർ ചെയ്താലേ അവരെ ഇഫക്റ്റീവ്ലി നമുക്ക് കൗണ്ടർ ചെയ്യാൻ നോക്കുള്ളൂ. അതിൽ വരാം ഞാനപ്പോൾ അതിൽ ഇപ്പം സാറിന് നല്ലതുപോലെ അറിയാവുന്ന കാര്യമാണ്. നമ്മൾക്ക് ഈ സനാതന അല്ലെങ്കിൽ ബ്രാഹ്മണ സവർണ മേധാവിത്വത്തിന് ഇതിനെതിരെയുള്ള വലിയ കലാപങ്ങൾ നടന്നു. സനാതനം എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ എക്സ്ട്രീം ബ്രാഹ്മണിസത്തിനെതിരായിട്ടുള്ള വലിയ എക്സ്ട്രീമിസ്റ്റ് ബ്രാഹ്മണിസം എല്ലാ കലാപങ്ങളും നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അത് പല ഇതിലും നമ്മുടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വരുമ്പം ബസവണ്ണ മുതൽ അല്ലെങ്കിൽ നമ്മുടെ ഭക്തി പ്രസ്ഥാനം, നമുക്ക് ഏറ്റവും ഒടുവിൽ കേരളത്തിലെ ഗുരുവിൻ്റെ നാരായണ ഗുരു. പക്ഷെ ഇതിനെയെല്ലാം തന്നെ അപ്രോപ്രിയേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് ഈ എക്സ്ട്രീമിസ്റ്റ് എലിമെൻറ്റുകൾ ചെയ്യുന്നു, സ്വാംശീകരിക്കാനായിട്ട്. അതൊരു വലിയ ഭീഷണിയല്ലേ? അപ്പം നമ്മൾ ഗുരുവിൻ്റെ ഒരു ദർശനത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഇതിനെ നമ്മൾ കൗണ്ടർ ചെയ്യുക? അതെ, ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പം ഇന്ന് ഹിന്ദുത്വ പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാനം 85%, ഇന്ത്യയിൽ 85% ജനത ഹിന്ദുക്കളാണ് എന്നുള്ള അസംഷനാണ്. അല്ലെങ്കിൽ അതില്ലല്ലോ. പലരും ഇപ്പോൾ പറഞ്ഞ ബാസവണ്ണ, ഫൂലെ, അംബേദ്കർ ഇവരെല്ലാവരും ഇതിനെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഹിന്ദു എന്നുള്ളൊരു കോൺസെപ്റ്റിനെ വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരേ ഒരു വോയിസ് മാത്രമേ ഇതിനെ ടോട്ടലി റിജക്റ്റ് ചെയ്തുള്ളൂ. അത് നാരായണ ഗുരുവാണ്. 1925 നാരായണ ഗുരു ഫേമസ്ലി പറഞ്ഞു, ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ റിഫോം ചെയ്യണം, ഇതിനെ ഇമ്പ്രൂവ് ചെയ്യണം, ഇത് മോശമാണെന്നൊന്നുമല്ല, ഇങ്ങനത്തെ ഒരു മതമേ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു നൂറ്റാണ്ട് മുമ്പ് 99 വർഷം മുമ്പ്. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ഈ ഒരു പ്രിൻസിപ്പിൾ ഇത് എന്തുകൊണ്ട് ഗുരു പറഞ്ഞു, എന്താണ് ഇതിൻ്റെ ഗുരുവിൻ്റെ യുക്തി എന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് ഇന്ന് ഹിന്ദുത്വ പോളിറ്റിക്സിനെ തിയോളജിക്കലി നേരിടാൻ മറ്റൊരു ബേസിസും ഈ രാജ്യത്തിലില്ല. ഈ ഗുരുവിൻ്റെ അനാലിസിസ് അല്ലാതെ മോസ്റ്റ് ഇഫക്റ്റീവ്ലി, മോസ്റ്റ് ഡിറക്റ്റ്ലി ഈ ഹിന്ദു എന്നുള്ളൊരു കോൺസെപ്റ്റിനെ ചാലഞ്ച് ചെയ്യുന്നത് നാരായണ ഗുരുവാണ്. അതെന്താണ് നമുക്ക് മനസ്സിലാക്കണം. അത് വേണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഫുൾ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ, ഗുരു ആദ്യം ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അവസാനം, അത് 2 ദിവസം മുമ്പാണ് അതിൻ്റെ ശതാബ്ദി, 1924 മാർച്ച്, ഇംഗ്ലീഷ് മാസം മാർച്ച് 3-ാം തീയതി 4-ാം തീയതി ആയിരുന്നു. അപ്പോൾ അദ്ദേഹം എല്ലാം കേൾക്കുകയായിരുന്നു ഗുരു. അവസാനം ഗുരുവിൻ്റെ സന്ദേശമായിട്ട് ഒരൊറ്റ സങ്കല്പം, കുറച്ച് വാക്കുകളിൽ മാത്രമേ ഗുരു സംസാരിച്ചുള്ളൂ. ഗുരു പറഞ്ഞത് എല്ലാ മതങ്ങളുടെയും പരമ ഉദ്ദേശ്യം ഒന്നാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് വിവിധ മതങ്ങളുടെ അനുയായികൾ തമ്മിൽ വഴക്കിടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു വളരെ പ്രൊഫൗണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ്. എല്ലാ മതങ്ങളുടെയും പരമ ഉദ്ദേശ്യം ഒന്നാണ് എന്ന് പറയുന്നതിൻ്റെ എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്? ഇപ്പം ഞാൻ ഒരു ഉദാഹരണം വെച്ച് പറയാം.
ഇപ്പം അലോപ്പത്തി ഉണ്ട്, ഹോമിയോപ്പത്തി ഉണ്ട്, ആയുർവേദമുണ്ട്. ഈ എല്ലാ മെഡിക്കൽ ഡിഫറെൻറ്റ് അപ്രോച്ചസിൻ്റെയും പരമ ഉദ്ദേശം ഒന്നാണ്: സുഖമില്ലാത്ത ഒരാളെ ചികിത്സിച്ച് ഭേദമാക്കുക, സുഖം പ്രാപിക്കുക, അല്ലേ? അതുപോലെ ഈ എല്ലാ മതങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഒരു റിയലൈസേഷൻ ഓഫ് സം കോൺസെപ്റ്റ് ഓഫ് ഗോഡ് ആൻഡ് സ്പിരിച്വാലിറ്റി, അല്ലേ? മോക്ഷം എന്ന് നമുക്ക് വേണമെങ്കിൽ റഫ്ലി പറയാം. സം കൈൻഡ് ഓഫ് റിയലൈസേഷനാണ് എല്ലാ മതങ്ങളും, സ്പിരിച്വൽ റിയലൈസേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അതാണ് എല്ലാ മതങ്ങളുടെയും പരമ ഉദ്ദേശം. ലൈക്ക് വെൽനെസ് ഇസ് ദ പരമ ഉദ്ദേശം ഓഫ് ഓൾ മെഡിക്കൽ ഡിസിപ്ലിൻസ് ആൻഡ് അപ്രോച്ചസ്. പക്ഷേ അവരുടെ ടാക്ടിക്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുപോലെ ഗുരു പറയുന്ന അത് തമ്മിൽ വഴക്കിടേണ്ട ആവശ്യമില്ല. ഇപ്പം ഹോമിയോപത്ത് ഡോക്ടേഴ്സ് ആയുർവേദ ഡോക്ടേഴ്സിനെ അടിച്ചു കൊല്ലുന്നില്ലല്ലോ. അവർ മറിച്ച് അവരെല്ലാവരും പരസ്പരം പഠിക്കുകയാണ്. അപ്പോൾ ഗുരു പറയുന്നത് ഇതാണ്: ഈ റിലിജൻസ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഇല്ല. ഒരു പരമ ഉദ്ദേശം ഒന്നാണ്. ഈ റിയലൈസേഷൻ ഓഫ് സം സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ അത് പല വിധത്തിൽ അപ്രോച്ച് ചെയ്യുന്നു. അപ്പം ആ ഗോൾ സിൻസിയറായിട്ടുള്ള ആൾക്കാർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഡോക്ടേഴ്സിന് പോലും ഞാൻ ആയുർവേദ കോളേജിൽ പോയാൽ ഞാൻ ഹോമിയോപ്പതിയും പഠിക്കും, അലോപ്പതിയും പഠിക്കും, ആൻഡ് വൈസ് വേഴ്സ. അതുപോലെ ഞാൻ മുസ്ലിമാണ്, ക്രിസ്ത്യനാണ്, വൈഷ്ണവയാണ്, ശൈവയാണ്, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ച് മനസ്സിലാക്കി എൻ്റെ പെർസ്യൂട്ടിൽ മറ്റു വല്ല ഐഡിയാസും ഹെൽപ്ഫുൾ ആയിരിക്കുമോ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതാണ് ഗുരു പറയുന്നത്, പരമ ഉദ്ദേശം ഒന്നാണ്. രണ്ടാമത് ഗുരു പറയുന്നത് വഴക്കിടേണ്ട ആവശ്യമില്ല എന്നാണ് വിഭിന്ന മതങ്ങളുടെ അനുയായികൾക്ക്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഗുരു പറയുന്നത് ഈ മതത്തിൻ്റെ പേരിൽ ഉള്ള സംഘർഷത്തിന് ആധ്യാത്മിക അടിസ്ഥാനമില്ല എന്നാണ് ഗുരു പറയുന്നത്. ഇതെല്ലാം പഠിച്ച് വീണ്ടും എല്ലാ മതങ്ങളുടെയും പ്രസംഗങ്ങൾ കേട്ടിട്ട് ഗുരു ഒരു സർട്ടിഫിക്കറ്റ് തരികയാണ്: ആധ്യാത്മിക കോൺഫ്ലിക്റ്റ് ഇല്ല. ഇതിൻ്റെ ബേസിസിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ആക്ച്വലി ഈ കോൺഫ്ലിക്റ്റ് പൊളിറ്റിക്കലാണ് എന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ ഇത് ആലുവയിൽ വെച്ച് പറയുന്നു. അത് കഴിഞ്ഞിട്ട് 1 വർഷവും 7 മാസവും കഴിഞ്ഞിട്ട്, 7 മാസവും 4 ദിവസവും കഴിഞ്ഞിട്ട് കേരള കൗമുദിയിൽ ഒരു സംവാദം പ്രിൻ്റ് ചെയ്യുന്നു ഗുരുവും മഹാനായ പത്രാധിപരും മഹാനായ ഗുരുവും തമ്മിലൊരു സംവാദം, CV കുഞ്ഞരാമനും നാരായണ ഗുരുവും തമ്മിലുള്ള സംവാദം, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സംവാദം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റാണ്. ഗുരുവിൻ്റെ സമാധിക്ക് ഒരു 3 വർഷം മുമ്പാണ്. അപ്പോൾ ഗുരുവിൻ്റെ ഒരു ലാസ്റ്റ് വിൽ ആൻഡ് ടെസ്റ്റ്മെൻറ്റ് പോലെയാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സംവാദമാണ്. അത് പബ്ലിഷ് ചെയ്യുന്നത് RSSൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ 11ാം ദിവസമാണ്. സെപ്റ്റംബർ 27-ാം തീയതി വിജയദശമിക്ക് നാഗ്പൂരിൽ RSS ഇനോഗ്രേറ്റ് ചെയ്യുന്നു. ഒരു 7-8 വർഷത്തിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് ഹിന്ദു മഹാസഭ ഉണ്ടാകുന്നു, പിന്നെ ഈ പ്രിപ്പറേഷൻ നടക്കുന്നു, പിന്നെ RSS ആയിരുന്നു. അതിൻ്റെ 11ാം ദിവസമാണ് ഈ സംവാദം പ്രിൻ്റ് ചെയ്യുന്നത്. അതിൽ ആ സംവാദത്തിലാണ് ഗുരു പറയുന്നത് ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന്. എന്നിട്ട് അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഗുരു പറയുന്നു ഈ എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം സനാതനമായ ധർമ്മങ്ങളും മൂല്യങ്ങളുമാണെന്ന് പറയും, എല്ലാ മതങ്ങളുടെയും. എന്നിട്ട് ഗുരു പറയുന്നു അത് ഒന്നല്ല, പല സനാതന ധർമ്മങ്ങൾ ഓരോ റിലിജനിലും ഉണ്ട്. ഒരെണ്ണം മാത്രമല്ല, സിംഗുലർ അല്ല. സനാതന ഗുരു എപ്പോഴും യൂസ് ചെയ്യുന്ന വാക്ക് സനാതന ധർമ്മങ്ങൾ എന്നാണ്, ധർമ്മം എന്നല്ല. എന്ന് വെച്ചാൽ ഗുരുവിനറിയാം ഇവിടെ ഈ റിഫോമിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു എക്സ്ട്രീമിസ്റ്റ് ബ്രാഹ്മണിസ്റ്റ് സനാതനം എന്ന് വെച്ചാൽ ഒറിജിനലിസ്റ്റ് ഷുഡ് നോട്ട് ബി ചേഞ്ച്ഡ്, വേദിക് സൊസൈറ്റി ഷുഡ് നോട്ട് ബി ചേഞ്ച്ഡ്, ആ അപ്രോച്ച് ഉണ്ടെന്ന് പറയാം. അപ്പോൾ അതിനെ ഡിഫ്യൂസ് ചെയ്യാൻ ഗുരു പറയുന്നത് സനാതന ധർമ്മങ്ങൾ എന്നാണ്. എന്നിട്ട് ഗുരു പറയുന്നത് എല്ലാ മതങ്ങളിലും ഉണ്ടെന്ന് മാത്രമല്ല, ഓരോ മതത്തിൻ്റെ ഉള്ളിലും പല സനാതന ധർമ്മങ്ങളുണ്ട്, പല സനാതന മൂല്യങ്ങളുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് ഗുരു പറയുന്നു ദേശകാല ആവശ്യങ്ങൾ അനുസരിച്ച് ഓരോ രാജ്യത്തും ജഗദ്ഗുരുക്കൾ ഈ സനാതന ധർമ്മങ്ങളിലും നിന്നും മൂല്യങ്ങളിൽ നിന്നും ഓരോ മൂല്യങ്ങളെയും ധർമ്മങ്ങളെയും മുന്നോട്ട് വയ്ക്കും, ആ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി മുമ്പോട്ട് വയ്ക്കും. എന്നിട്ട് അതിൻ്റെ ഉദാഹരണമായിട്ട് ഗുരു പറയുന്നു ഹിംസ കലശലായപ്പോൾ ബുദ്ധൻ അഹിംസ മുന്നോട്ട് വെച്ചു. സ്നേഹത്തിൻ്റെ അഭാവം വന്നപ്പോൾ യേശു ക്രിസ്തു സ്നേഹത്തിൻ്റെ മുന്നോട്ട് വെച്ചു.
സാഹോദര്യത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ നബി സാഹോദര്യം മുന്നോട്ട് വെച്ചു, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി. ഈ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞുകൊണ്ട് ആ യുഗപുരുഷൻ്റെ ലെവലിൽ നിന്നുകൊണ്ട് ഗുരു 1925 ചോദിക്കുന്നു, ഇന്ത്യക്ക് ഇന്ന് എന്താണ് ആവശ്യം? ഭാരതം എന്നല്ല, ഇന്ത്യക്ക് ഇന്ന് എന്താണ് ആവശ്യം എന്ന് ചോദിക്കുന്നു. എന്നിട്ട് ഉത്തരം തരുന്നു, ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള മത്സരത്തിൽ നിന്നും വിമോചനം. അപ്പോൾ ഗുരു 1925 മുൻകാണുന്നു ഇന്ത്യയുടെ മുന്നിൽ നിൽക്കുന്നത് വലിയ തോതിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള സംഘർഷമാണ്, കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 22 വർഷം കഴിഞ്ഞിട്ടാണ് പാർട്ടീഷൻ അതായത് ഒരു മുന്നറിയിപ്പായിരുന്നു, അത് മുന്നറിയിപ്പായിരുന്നു ഇതാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെ പരിഹരിക്കാൻ ഗുരു ഒരു അനാലിസിസ് മുന്നോട്ട് ഡീറ്റെയിലായിട്ട് വയ്ക്കുന്നു. അത് തുടങ്ങുന്നത് ഈ ഹിന്ദു ഒരു മതമേ അല്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അത് എന്തുകൊണ്ടാണ് ഗുരു പറയുന്നത്? ഗുരു പറയുന്നു, ആദ്യ കാലങ്ങളിൽ ഹിന്ദു എന്നുള്ളത് ഈ ഭൂഖണ്ഡത്തിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പുറത്തുള്ള ആൾക്കാർ കൊടുത്ത ഒരു പേരാണ്. നമുക്കറിയാലോ എന്താ ഹിന്ദു, അതിന് ബേസിസ് എന്തായാലും അതായിരുന്നു. പക്ഷേ ഇന്ന് ഗുരു ഇവിടെയാണ് ഗുരു ഒരു വേ ഓഫ് ലൈഫാണെന്നൊന്നും മാത്രം പറയുന്നില്ല, ഒരു ജിയോഗ്രാഫിക്കൽ നെയിമാണെന്ന് പറയുന്നില്ല. ഗുരു റിയലിസ്റ്റിക് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നു, ഇന്ന് ഈ ഹിന്ദു എന്നുള്ള വാക്ക് 11 മതങ്ങളുടെ പൊതുപ്പേരാണെന്ന് പറയുന്നു. ശരി, ഗ്രൂപ്പ് നെയിമാണ്. അപ്പോൾ ഗ്രൂപ്പ് നെയിം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഉദാഹരണം, ഇത് ഗുരു പറയുന്നതല്ല, ഞാൻ പറയുന്നതാണ്. സെമിറ്റിക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നെയിമാണ്. ജൂയിഷ്, ക്രിസ്ത്യൻ, മുസ്ലിം മതങ്ങൾ, 3 മതങ്ങളുടെയും ചില മറ്റ് മതങ്ങളുടെയും ചെറിയ ഫോക്ക് മതങ്ങളുടെയും പൊതുപ്പേരാണ് സെമിറ്റിക്. എന്ന് വെച്ചാൽ ഒരു ഏരിയയിൽ തുടങ്ങുന്നു, ചില കോമൺ ബിലീഫ്സ് ഉണ്ട്, പക്ഷേ ചില ഇറക്കൺസീലബിൾ ബിലീഫ്സ് ഉണ്ട്. ഈ ജൂസ് വിൽ നോട്ട് അക്സെപ്റ്റ് ജീസസ് ആൻഡ് പ്രോഫറ്റ്. പക്ഷേ ക്രിസ്ത്യൻസ് വിൽ അക്സെപ്റ്റ്, പക്ഷേ മൂന്ന് പേര് മോസസിനെ അക്സെപ്റ്റ് ചെയ്യും. ക്രിസ്ത്യൻസ് വിൽ നോട്ട് അക്സെപ്റ്റ് ദ പ്രോഫറ്റ് ബട്ട് വിൽ അക്സെപ്റ്റ് മോസസ് ആൻഡ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്. മുസ്ലിംസ് വിൽ നോട്ട് അക്സെപ്റ്റ് ദ ജീസസ് ഒരു ഡിവൈൻ സൺ ഓഫ് ഗോഡ് ആണെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യില്ല, പക്ഷേ അവർ മോസസിനെ അക്സെപ്റ്റ് ചെയ്യും, ഈ ജീസസിനെ ഒരു പ്രോഫറ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ നോട്ട് എ സൺ ഓഫ് ഗോഡ്. അപ്പോൾ ക്രിസ്ത്യൻസ് പ്രോഫറ്റിനെ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇറക്കൺസീലബിൾ ഡിഫറൻസസ് ഉണ്ട് അവർ തമ്മിൽ, ചില കോമണാലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ, പക്ഷേ പൊതുപ്പേര് സെമറ്റിക് എന്നാണ്. പക്ഷേ എൻ്റെ റിലിജൻ, ഞാനൊരു സെമറ്റിക് റിലിജനിൽ പെട്ട ആളാണെന്ന് പറയണമെങ്കിൽ ആദ്യം ഞാൻ ഈ 3 റിലിജനിൽ ഒരെണ്ണം അക്സെപ്റ്റ് ചെയ്താലല്ലേ ഒക്കുള്ളൂ. അതെ, അല്ലെങ്കിൽ എനിക്ക് പറയാൻ ഒക്കില്ലല്ലോ. സെമറ്റിക് ഒരു റിലിജൻ അല്ലല്ലോ, ഒരു ഗ്രൂപ്പ് ഓഫ് റിലിജൻസ് ആണ്, അപ്പോൾ റിലിജൻ അല്ല. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഗുരു പറയുന്നു, ഹിന്ദു എന്ന് പറയുന്നത് 11 മതങ്ങളുടെ പൊതുപ്പേരാണെന്നാണ് പറയുന്നത്. ഈ 11 മതങ്ങളെ ഗുരു ലിസ്റ്റ് ചെയ്യുന്നു. ഗുരു പറയുന്നത് ഇതെന്തൊക്കെയാണ്? പൗരാണിക മതം, വൈദിക മതം, ഈ ശൈവമതം, വൈഷ്ണവമതം, അദ്വൈതമതം, വിശിഷ്ടാദ്വൈതമതം, ദ്വൈതമതം, സാക്ത്യമതം, പിന്നെ സാഖ്യമതം, വൈശേഷിക മതം, മീമാംസ മതം. ഈ 11 മതങ്ങളെ ഗുരു ലിസ്റ്റ് ചെയ്യുന്നു. ഈ 11 മതങ്ങളുടെ പൊതുപ്പേരാണ് എന്ന് പറയുന്നു. ഈ 11 മതങ്ങളിലും ഗുരു പറയുന്നു ചില സാമാന്യതകളുണ്ട്, അതിലേക്ക് വരാം, പക്ഷേ വളരെ വലിയ ഭിന്നതകളുണ്ട്, വളരെ വലിയ ഭിന്നതകളുണ്ട്, ഇറക്കൺസിയബിൾ ആയിട്ടുള്ള ഭിന്നതകളുണ്ട്. അവർ തമ്മിൽ വലിയ വഴക്ക് നടക്കുന്നു. അപ്പോൾ ഈ സാമാന്യതകൾ എന്താണ്? ഒരു സാമാന്യത ഗുരു പറയുന്നതല്ല, ഞാൻ പറയുന്നതാണ്. ഇതെല്ലാം ആര്യൻ ബ്രാഹ്മണിക്കൽ മതങ്ങളാണ്. ഭിന്നതകൾ നമുക്കറിയാം. അപ്പോൾ ഈ ഹിന്ദു ആണെന്ന് ഈ മതങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് പറയാം. ഇതിൽ ഏതെങ്കിലും ഒരു മതത്തിനെ അക്സെപ്റ്റ് ചെയ്താലേ ഞാൻ ഹിന്ദു ആണെന്ന് പറയാൻ ഒക്കുള്ളൂ. അപ്പം ഞാൻ വൈഷ്ണവനാണെന്ന് പറഞ്ഞാൽ ഞാൻ ഹിന്ദു ആണെന്ന് പറയാം. ഞാൻ ഹിന്ദു ഗ്രൂപ്പിൽപ്പെട്ട, ഹിന്ദു എന്നെ മതമാണെന്ന് പറയാൻ ഒക്കില്ല. ഞാൻ ഹിന്ദു ഗ്രൂപ്പിൽ പെടുന്ന ഒരു മതത്തിൻ്റെ അംഗമാണ്, അതിൽ വിശ്വസിക്കുന്നു, തീർച്ചയായിട്ടും പറയാം. അതിലൊരു തെറ്റുമില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഞാൻ അദ്വൈതത്തിലും ദ്വൈതത്തിലും വിശിഷ്ടാദ്വൈതത്തിലും വിശ്വസിക്കാൻ നോക്കില്ലല്ലോ. അതിൽ വളരെ ഇറക്കൺസീലബിൾ ആയിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ. അതുപോലെ ശൈവമതം, വൈഷ്ണവ മതം. അപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിൽ പെടണം, എന്നാലേ ഞാൻ ഈ ഗ്രൂപ്പിൽ പെടുന്നു എന്ന് പറയാൻ നോക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് മാത്രമേ ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് പറയാൻ ഒക്കുള്ളൂ. ഹിന്ദു ഗ്രൂപ്പിൽ പെടുന്നു, മതമല്ല ഗ്രൂപ്പിൽ പെടുന്നതാണെന്ന് ക്ലെയിം ചെയ്യാൻ ഒക്കുള്ളൂ. ബാക്കിയുള്ള നമുക്ക്
ഈ മതങ്ങളിൽ ഇടമില്ല, അതിൽ അംഗങ്ങളാകാൻ ഒക്കില്ല. അവരുടെ ഈ സനാതന വ്യൂ എടുത്താൽ ഫണ്ടമെൻ്റലിസ്റ്റ്, സനാതന എന്ന് വെച്ചാൽ ഫണ്ടമെൻ്റലിസ്റ്റ് എന്നാണ്, ഫണ്ടമെൻ്റലിസ്റ്റാണ്. സനാതന മതത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഫണ്ടമെൻ്റലിസ്റ്റ് റിലിജൻ എന്നാണ് ആക്ച്വലി ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ. ഇറ്റേണൽ റിലിജൻ എന്നല്ല, ഫണ്ടമെൻ്റലിസ്റ്റ് റിലിജൻ എന്നാണ് അതിൻ്റെ റിയൽ ട്രാൻസ്ലേഷൻ. ബിക്കോസ് ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് റിഫോം, അഗൈൻസ്റ്റ് ചേഞ്ച്. അപ്പോൾ ഈ അവരുടെ ഫണ്ടമെൻ്റലിസ്റ്റ് സനാതന വ്യൂ എടുത്താൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? നമുക്കതിൽ ഇടമില്ല, നമുക്കതിൻ്റെ ശാസ്ത്രങ്ങൾ വായിക്കാൻ പാടില്ല, അമ്പലങ്ങളിൽ കയറാൻ പാടില്ല, വഴി നടക്കാൻ അതിൻ്റെ അടുത്തോലും പോകാൻ പാടില്ല. അപ്പം നമുക്കതിൻ്റെ മെമ്പറാകാൻ പറ്റില്ല. പക്ഷേ അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 10 മൈൽ ദൂരെ നിന്നിട്ട് തൊഴാം, ഗുരുവിന് ഒരു ഒബ്ജക്ഷനും ഇല്ല. അപ്പോൾ പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. നമുക്കതിൻ്റെ മെമ്പറാകാൻ ഒക്കില്ല. നമുക്കതിൻ്റെ മെമ്പറാകാൻ ഒക്കില്ലെങ്കിൽ നമുക്ക് ഹിന്ദു ആണെന്ന് പറയാൻ ഒക്കില്ല. അപ്പം നമ്മൾ ഹിന്ദുക്കളല്ല, അത് റിലിജൻ അല്ല, ആ ഗ്രൂപ്പിലും നമുക്ക് പെടാൻ ഒക്കില്ല. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ഇത് ഗുരു പറയുന്നതല്ല, ഞാൻ പറയുന്നതാണ്. യാഥാർത്ഥ്യം നമ്മൾ കാണുന്നത് എന്താണ്? നമ്മുടെ ഇവിടെ ഉള്ള ഈ 85% ആൾക്കാർ കാണുന്ന അമ്പലങ്ങളിലൊക്കെ തൊഴും. അത് വൈഷ്ണവയാണോ ശൈവയാണോ ഒന്നും നോക്കില്ല. എൻ്റെ മകന് SSLCയിൽ നല്ല മാർക്ക് കിട്ടണേ എന്ന് പറഞ്ഞിട്ട് എല്ലാ കണ്ട അമ്പലങ്ങളിലും പോയി വഴിപാട് നടത്തും, പൂജ നടത്തും, അവിടെ നിന്ന് പ്രാർത്ഥിക്കും. അത് ശിവനോടാണോ വിഷ്ണുവിനോടാണോ ദ്വൈതമാണോ അദ്വൈതമാണോ എന്തായാലും ശരി, എനിക്ക് ദൈവത്തിനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, എനിക്ക് ഒരു വ്യത്യാസവും എന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാത്ത ആൾക്കാരാണ്. അവരൊരു മോസ്ക് കണ്ടാലും തൊഴും, അവരൊരു ഗുരുദ്വാര കണ്ടാലും തൊഴും, ഒരു പള്ളിയിലാണെങ്കിൽ അവിടെ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കും, ഇല്ലേ? ഇങ്ങനെ ഒരു വളരെ തുറന്ന, വളരെ ഒരു ഓപ്പൺ ആൻഡ് വെൽക്കമിങ് ആയിട്ടുള്ള ഒരു കൾച്ചറുള്ള ആൾക്കാരാണ് ഈ 11 മതങ്ങളിൽ പെടാത്തവർ, ഹിന്ദുക്കളല്ല, പെടാത്ത ആൾക്കാർ. അപ്പം ഇവരുടെ ആധ്യാത്മികത എന്താണ്? അപ്പോൾ അതിൽ ഗുരു പറയുന്നത് ഇവർക്കൊരു പൊതുപേരില്ല, ഈ ആധ്യാത്മികതയ്ക്ക് ഒരു പൊതുപേരില്ല. ഗുരു പറയുന്നത് രാമൻ്റെയും കൃഷ്ണൻ്റെയും മതം ഒന്നല്ല. ഗുരുവിൻ്റെ വാക്കുകളാണ്. രാമൻ്റെയും കൃഷ്ണൻ്റെയും മതം ഒന്നല്ല. എന്നുവെച്ചാൽ ഗുരു മതത്തിനെ റീതിയറൈസ് ചെയ്യുന്നു. മതം ഒരു ഡോക്ട്രിനല്ല, ഒരു ബുക്കല്ല, ഒരു പ്രവാചകൻ്റെ വാക്കുകളല്ല. മതത്തിനെ മതം റിസൈഡ് ചെയ്യുന്നത് നമ്മുടെ അറിവിലാണ്. അപ്പോൾ സെയിം സോഴ്സ് ആയാലും, ഇപ്പോൾ ഖുറാനായാലും ബൈബിളായാലും വേദാസ് ആയാലും, 2 വൈഷ്ണവർ വേദാസ് വായിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് അവരുടെ സോഴ്സസ് വായിക്കുന്നു, അല്ലെങ്കിൽ വൈദിക് റിലിജനിലുള്ള ആൾക്കാർ വേദാസ് വായിക്കുന്നു. പക്ഷെ ഓരോരുത്തരും ഓരോ വിധത്തിലല്ലേ അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഗുരു പറയുന്ന റിലിജൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഓരോ വ്യക്തിയുടെ അറിവിലാണെന്നാണ് ഗുരു പറയുന്നത്. അത് വലിയൊരു റെവല്യൂഷണറി ചേഞ്ച് ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് റിലിജനാണ്. മറ്റേത് റിലിജൻ ഇസ് ഓർഗനൈസ്ഡ് റിലിജൻ, പ്രീസ് പറയുന്നതാണ് റിലിജൻ, ബുക്കിൽ എഴുതിയിരിക്കുന്നതാണ് റിലിജൻ. നമ്മളൊക്കെ വിശ്വാസികൾ മാത്രമാണ്. ഗുരു അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് റിലിജൻ ആൻഡ് ഓണ്ടോളജി ഓഫ് റിലിജൻ, എക്സിസ്റ്റൻസ് ഓഫ് റിലിജൻ വ്യക്തിയിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. പ്രീസ്റ്റ്ഹുഡിൽ അതിനെ ലിബറേറ്റ് ചെയ്യുക. അതെ, ലിബറേറ്റ് ചെയ്ത് വ്യക്തിയുടെ അതാണ്. പക്ഷെ യാഥാർത്ഥ്യം അതാണ്. അതുകൊണ്ടല്ലേ മുസ്ലിംസ് തമ്മിലും ക്രിസ്ത്യൻസ് തമ്മിലും ഒരേ സോഴ്സും പ്രോഫറ്റും ഉള്ള ആൾക്കാർ തമ്മിൽ പോലും വളരെ വലിയ വഴക്കുണ്ടാകുന്നു. ബിക്കോസ് റിയാലിറ്റീസ് അവരുടെ റിലിജൻ അവരുടെ മനസ്സിലാണ്, അവരുടെ അറിവിലാണ്, വ്യക്തിപരമായ അറിവിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഗുരു പറയുന്നു രാമൻ്റെയും കൃഷ്ണൻ്റെയും മതം ഒന്നല്ല. അത് ശ്രീരാമനും ശ്രീകൃഷ്ണ ആകാം, സാധാരണ രാമനും സാധാരണ കൃഷ്ണനാകാം, പക്ഷെ അവരുടെ മതങ്ങൾ ഒന്നല്ല. ഗുരു അന്ന് 20 കോടി, ഈ 85% സോ കോൾഡ് ഹിന്ദുസ് 20 കോടി ഉണ്ടായിരുന്നു. ഗുരു പറയുന്നത് 20 കോടി മതങ്ങളുണ്ടെന്നാണ്. 20 കോടി മതങ്ങളുണ്ടെന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് ഗുരു പറയുന്നു ഈ മതത്തിന് ഉള്ള പൊതുപ്പേര് ഹിന്ദു അല്ല. എന്നുവെച്ചാൽ ഹിന്ദു 11 മതങ്ങളുടെ പൊതുപ്പേരാണ്. ഈ മതങ്ങൾക്ക് ഉള്ള ഈ ഓപ്പണായിട്ടുള്ള മതങ്ങളുടെ പൊതുപ്പേര് മറ്റൊരു പേര്, ഒന്നുകിൽ പൊതുപ്പേരില്ല നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, പൊതുപ്പേര് വേണ്ട, ആവശ്യമില്ല. പക്ഷെ ഞാൻ ഹിന്ദു അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരു പൊതുപ്പേര് വേണമെങ്കിൽ ഗുരു പൊതുപ്പേര് സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഗുരു പറയുന്നത് ഈ 85% ആൾക്കാരുടെ ഈ തുറന്ന ഒരു ആധ്യാത്മികതയ്ക്ക് പൊതുപ്പേര് ഇല്ല, പൊതുപ്പേരിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇത് ഹിന്ദു അല്ലെങ്കിൽ എന്താണ് പൊതുപ്പേര്? ഇന്നത്തെ യാഥാർത്ഥ്യത്തിൽ ഏതെങ്കിലും ഒരു പൊതുപ്പേര് വേണമല്ലോ, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു പ്രാക്ടിക്കലായിട്ട് ഒരു വാക്യൂം ഉണ്ട്. ആ വാക്യൂമിലാണ് ഇവർ ഹിന്ദുക്കളാണെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്, പൊതുപ്പേരില്ലാത്തത് കൊണ്ട്. ആ ഹിന്ദു എന്നുള്ള പൊതുപ്പേര് തെറ്റായിട്ട് നമുക്ക് റെന്റിങ് ഇറ്റ് ഔട്ട് ടു അസ് ആണ്. സോ ദാറ്റ് അതിൻ്റെ പേർപ്പസിലേക്ക് ഞാൻ വരാം. പക്ഷേ ഗുരു പറയുന്നത് ആ പൊതുപ്പേരായിട്ട് 3-4 സജഷൻസ് പറയുന്നുണ്ട്. അവസാനം പറയുന്ന സജഷൻ മാനവധർമ്മം എന്നാണ്. ഓക്കെ,
മാനവധർമ്മം, മനുഷ്യൻ്റെ ധർമ്മം, ഒരു മാനവിക ധർമ്മം എന്നല്ല, മാനവധർമ്മം, മനുഷ്യൻ്റെ ധർമ്മം. അതായത് മനുഷ്യൻ സ്വയം തീരുമാനിക്കുന്നു ദൈവസങ്കല്പം എന്താണ്, ആരെ പൂജിക്കണം, എങ്ങനെ പൂജിക്കണം, എപ്പോൾ പൂജിക്കണം, എന്തിനു പൂജിക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് വ്യക്തികളാണ്. അത് മാനവധർമ്മം. അത് വിശ്വാസമല്ല, പൊതുപ്പേരാണ്. അപ്പോൾ ആ വിശ്വാസം ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കും, വൈഷ്ണവനായാലും ശൈവനായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും, പക്ഷേ ഞാനൊരു ഓപ്പൺ പൊതുപ്പേരുള്ള ഒരു ഗ്രൂപ്പിൽ പെടാൻ ആഗ്രഹിക്കുന്നുള്ളവരെ എംബ്രേസ് ചെയ്യാൻ ഒക്കുന്ന ഒരു മതപ്പേരാണ്. ഗുരു പറയുന്നത് ഈ മതപ്പേര് എല്ലാവർക്കും ഓപ്പൺ ആയിരിക്കണം, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യണം. ഈ 11 മതങ്ങളുടെ ചുറ്റും മാത്രം ഒരു വേലി കെട്ടി അതിന് മാത്രമേ ഒരു പൊതുപ്പേരുണ്ടെന്ന് പറയുന്നത് ശരിയല്ല. ഇന്ന് അങ്ങനെ ഒരു പുതിയ പൊതുപ്പേര് ഗുരു സജസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ആ മാനവധർമ്മം എന്നുള്ള പൊതുപ്പേര് വേണമെങ്കിൽ എന്താണ് ഗുരു? അപ്പോൾ ഇത് നെക്സ്റ്റ് പോയിന്റ് ഇസ്, ഗുരു പ്രശ്നവൽക്കരിക്കുന്നത്, ഗുരു ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം, ഗുരു പ്രശ്നവൽക്കരിക്കുന്നത് വ്യക്തിയുടെ വിശ്വാസത്തിനെ അല്ല. ഗുരുവിന് ലീസ്റ്റ് ഇൻട്രസ്റ്റ് ആണ് നിങ്ങളുടെ വിശ്വാസം എന്താണെന്ന്. എന്തിനു വിശ്വസിച്ചോളൂ. അപ്പോൾ ഉദാഹരണത്തിന് 2 പേര് ഗുരുവിൻ്റെ അടുത്ത് വ്യത്യസ്ത സമയങ്ങളിൽ വന്ന് പറയും, കുട്ടിച്ചാത്തൻ എന്നെ ശല്യം ചെയ്യുന്നു എന്ന് പറയും. ഗുരു പറയും, സോറി ടു ഹിയർ ദാറ്റ്, പക്ഷേ എന്താണ്, വാട്ട് ക്യാൻ ഐ ഡു എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവർ പറയുന്നു, ഗുരു ഒരു എഴുത്ത് കുട്ടിച്ചാത്തൻ എഴുതിയാൽ കുട്ടിച്ചാത്തൻ ശല്യം നിർത്തുന്നു. ഗുരു ഉടനെ കടലാസ് എടുക്കുന്നു, ശ്രീ കുട്ടിച്ചാത്തൻ അറിയുന്നതിന് ദയവായി ഇന്നാരെ ശല്യപ്പെടുത്തരുത്, സൈൻ നാരായണ ഗുരു എഴുത്ത് കൊടുക്കുന്നു. പോയി കഴിഞ്ഞിട്ട് ഒരാൾ ചോദിക്കുന്നു, അല്ല ഗുരു ഈ കുട്ടിച്ചാത്തനിൽ വിശ്വസിക്കുന്നു, കുട്ടിച്ചാത്തന് ഇപ്പോൾ ഒരു എഴുത്ത് ഇഷ്യൂ ചെയ്തില്ലേ? പറഞ്ഞു, എൻ്റെ വിശ്വാസമല്ല, അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. അപ്പോൾ ആ വിശ്വാസത്തിനെ നമ്മൾ തടസ്സപ്പെടുത്തരുത്. ആരെയും ദ്രോഹിക്കാത്തൊരു വിശ്വാസമാണ്. അദ്ദേഹത്തിന് മനസ്സമാധാനം വേണം. ചിലപ്പോൾ വിശ്വാസം ശരിയായിരിക്കാം, അല്ലായിരിക്കും, എനിക്കറിയില്ല. ഗുരു പറയുന്നത് അത് എൻ്റെ പ്രശ്നമല്ല, അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. ഇത് തന്നെ നമുക്ക് അരുവിപ്പുറത്ത് തന്നെ കാണുന്നു. അരുവിപ്പുറം പ്രതിഷ്ഠയെക്കുറിച്ചുള്ള കൺവെൻഷണൽ അനാലിസിസ് എന്താണ്? ഈ ഗുരു നെയ്യാറിൽ ഇറങ്ങുന്നു, കല്ല് കൊണ്ടുവരുന്നു, കല്ലിങ്ങനെ പൊക്കി നിൽക്കുന്നു, കണ്ണീര് വരുന്നു, അതിനെ പ്രതിഷ്ഠിക്കുന്നു, അപ്പോൾ എന്തോ പറയുന്നു. അപ്പോൾ ഈ കൺവെൻഷണൽ നാരറ്റീവിൽ ഈ ആൾക്കാരെല്ലാം ഭയഭക്തിയോടുകൂടി നിൽക്കുന്നു എന്നാണ്. നടരാജഗുരു എഴുതിയ ഇംഗ്ലീഷ് ബുക്കുണ്ട് ഗുരുവിനെ കുറിച്ച്. അതിൽ മാത്രമേ ഈ ഗുരു ഇതിനെക്കുറിച്ച് ഈ ഗുരു എന്ത് പറഞ്ഞു എന്നുള്ളത് കൊട്ടേഷൻ മാർക്കിലേ ഉള്ളൂ. അതിൽ വേറൊരു ഇൻ്റർപ്രിട്ടേഷനും ഉണ്ട്. നടരാജഗുരു പറയുന്നത് ഈ അദ്ദേഹത്തിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന അവിടുത്തെ ലോക്കൽ ആൾക്കാർ ഭയഭക്തിയോടുകൂടിയല്ല, സംശയത്തോടുകൂടിയാണ് ഗുരുവിനെ നോക്കിക്കൊണ്ടിരുന്നത്. ഗുരുവിനെ നോക്കിയത് കാരണം എന്താണ്? 2 കാരണങ്ങളുണ്ട്. ഈ 33-34 വയസ്സുള്ള യുവസ്വാമി, ഇദ്ദേഹത്തിന് ഇത് അറിയാമോ ഈ ചെയ്യുന്നത് എന്താണെന്ന്? നമുക്ക് വല്ല ദൈവകോപം വരുമോ? നമ്മൾ പോയി ഒരു അമ്പലം വേണമെന്ന് പറഞ്ഞു, ഇപ്പോൾ ഇത് ചെയ്യുന്നു, ഇത് ശരിയാവോ എന്നുള്ളൊരു സംശയം, ഭയം. രണ്ടാമത് സംശയം എന്തുകൊണ്ടാണ്? ഈ യുവസ്വാമി നമ്മളോട് എപ്പോഴും പറയുന്നത് ശിവൻ ഒരു സാധാരണ മനുഷ്യനാണ്, ഒരു ഗോത്രവർഗത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട നേതാവാണ്, അല്ല ദൈവമല്ല എന്നാണ് ഞങ്ങളോട് പറയുന്നത്. പക്ഷേ ശിവപ്രതിഷ്ഠ ചെയ്യുന്നു. അപ്പോൾ ഇതൊരു കോൺട്രഡിക്ഷൻ അല്ലേ? അത് കാരണം ഒരു സംശയമുണ്ടെന്ന് നടരാജഗുരു പറയുന്നു. പിന്നെ ഈ പ്രതിഷ്ഠ ചെയ്യുമ്പോൾ വളരെ വലിയ പണ്ഡിതനായ ഗുരു സംസ്കൃതം പറയുന്നില്ല, ദൈവത്തിനെ ഇൻവോക്ക് ചെയ്യുന്നില്ല. ഈ ഗുരു എന്താണ് പറയുന്നത്? കൊട്ടേഷൻ മാർക്കിൽ നടരാജഗുരു മാത്രമേ ഇടുന്നുള്ളൂ. ഗുരു പറയുന്നത് പാവപ്പെട്ടവരെ ദാരിദ്ര്യം അവസാനിക്കട്ടെ എന്നാണ്, അവർക്ക് വസ്ത്രാദികൾ കിട്ടട്ടെ എന്നാണ്, അവർക്ക് ആഹാരം കിട്ടട്ടെ എന്നാണ്, അവരെല്ലാ വിധത്തിലും അവർക്ക് സമൃദ്ധി ഉണ്ടാകട്ടെ എന്നാണ് ഗുരു. അവരുടെ ഭൗതിക ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ വാസ്തവത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു പെറ്റീഷനാണ്, അല്ല ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഗുരു അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഗുരു സാധാരണക്കാരുടെ വേദനയെ പ്രതിഷ്ഠാ മന്ത്രമായി മാറ്റുകയാണ്. ആ തന്ത്രിയുടെ റോള് തന്നെ ഡെമോക്രാറ്റിക് ആക്കുകയാണ്. ഈസ് എ കൺവെയർ ഓഫ് ദ സെന്റിമെന്റ് ഓഫ് ദ പീപ്പിൾ ടു ദിസ് കോൺസെപ്റ്റ് ഓഫ് ഗോഡ്, not the conveyor of the idea of God to the people. He is totally reversing the role, അല്ലേ? ഒരു സബ്വേർഷൻ ആണ്, കംപ്ലീറ്റ്ലി ചേഞ്ചിങ് ദ റോൾ. അത് മാത്രമേ പറയുന്നുള്ളൂ. ശിവൻ എന്നൊരു വാക്ക് പറയുന്നില്ല, ദൈവം എന്നൊരു വാക്ക് പറയുന്നില്ല, അക്കോർഡിംഗ് ടു ദ നടരാജഗുരു കൊട്ടേഷൻ. അപ്പോൾ രണ്ടായാലും ഈ ഗുരു ചെയ്യുന്നത്
ഈ ആളുകളുടെ വിശ്വാസത്തിന് ഇക്കണോമിക് ലെഫ്റ്റും ഗുരുവായിട്ടുള്ള വലിയ വ്യത്യാസം, ഗുരു എല്ലാവരുടെയും വിശ്വാസത്തിന് റെസ്പെക്റ്റ് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. അത് തെറ്റാണെന്ന് പറയുന്നില്ല. ഗുരുവിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ശരിയായിരിക്കാൻ തെറ്റ്, പക്ഷെ ഗുരു അടിച്ചേൽപ്പിക്കുന്നില്ല വിശ്വാസം. അപ്പോൾ അങ്ങനെ എല്ലാ പ്രതിഷ്ഠകളും ഗുരു ചെയ്തത് അവിടുത്തെ ആൾക്കാരുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി ഒരു വഴി തെളിക്കുകയാണ്, അല്ലാതെ ഗുരുവിൻ്റെ വിശ്വാസമല്ല. ഇന്ന് വരെ നമുക്ക് ഗുരുവിൻ്റെ വിശ്വാസം എന്താ നമുക്കറിയില്ല. പക്ഷെ എല്ലാ വിശ്വാസത്തിനെയും റെസ്പെക്റ്റ് ചെയ്തു, ഉൾക്കൊണ്ടു, അതിനെ ഏറ്റെടുത്തു, അതിനെ ഓണർ ചെയ്തു. അത് റാഷണൽ അല്ല, ശരിയല്ല, സൂപ്പർസ്റ്റിഷനാണ്. ഗുരു ഒപ്പോസ് ചെയ്ത 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന, ഹാം ചെയ്യുന്ന, ഹിംസ ചെയ്യുന്ന വിശ്വാസങ്ങളെ റിജക്റ്റ് ചെയ്തു. രണ്ടാമത്, നമ്മളെ തന്നെ ഹാം ചെയ്യുന്ന സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ്, അതിനെ റിജക്റ്റ് ചെയ്തു. പക്ഷെ അതല്ലാതെ ഹാംലെസ് ആയിട്ടുള്ള ഏത് ബിലീഫും അതാണ് ഞാൻ പറയുന്നത്, ഈ സാധാരണക്കാരന് ഒരു ബുദ്ധിയുണ്ടെന്നും ഒരു അറിവുണ്ടെന്നും ആ അറിവ് നേടാനുള്ള അധികാരമുണ്ടെന്നും അതിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഓബ്ലിഗേഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്നാണ് ഗുരുവിൻ്റെ അപ്രോച്ച്.